നമസ്കാരം. ഇന്നത്തെ രാശിഫല പ്രകാരം നോക്കുമ്പോൾ ഞാൻ ഈ പരാമർശിക്കുന്നതായ നക്ഷത്രക്കാർക്ക് ഇന്നേ ദിവസം കാര്യങ്ങൾ അല്പം അനുകൂലമാകുന്നതും പ്രതീക്ഷിക്കാതെ തന്നെ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യവുമാണ് ഉള്ളത്. എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ അറിയാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാദേവനെ വന്ദിക്കുക. ഓം ഹ്രീം നമ ശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. ആദ്യത്തെ രാശി, അതായത് ഇന്നേ ദിവസം കൂടുതൽ അനുകൂലമാകുന്ന ആദ്യത്തെ രാശി മേടം രാശിയാണ്. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ പല മാറ്റങ്ങളും തേടിയെത്തുന്നതായ സമയമാണ്. പല വിധത്തിലും പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ കടന്നു വരാം. ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ പല കാര്യങ്ങളും അനുകൂലമായി തീർന്നു എന്ന് വരാം. സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് അനുകൂലമായി തീരാം. സാമ്പത്തികപരമായ നേട്ടങ്ങളിലേക്ക് നയിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ഉയരങ്ങളിലേക്ക് കുതിക്കുവാൻ സഹായകരമായ ആരംഭം ലഭിക്കുകയോ അത്തരത്തിൽ അനുകൂലമായ ചില സൂചനകൾ ഇന്നേ ദിവസം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ സാമ്പത്തിക നേട്ടങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുകയും അത് മറ്റു ദിവസങ്ങളിലും അനുകൂലമാക്കുവാൻ സാധിക്കും വിധം പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ അനുകൂലമാകാം. അത്തരം കാര്യങ്ങൾ വന്നു ചേരാം. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതായ ചില പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുക, സന്തോഷകരമായതും നിങ്ങൾ ആഗ്രഹിക്കുന്നതുമായ കാര്യങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഇന്നേ ദിവസം ധനപരമായ കാര്യങ്ങൾ, ധനപരമായ ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള അവസരങ്ങൾ അത് മറ്റു വ്യക്തികളുടെ സഹായത്താലാണ് എങ്കിലും വന്നു ചേരുവാനുള്ള സാധ്യതകളുമുണ്ട്. അത്തരത്തിൽ ഇന്നേ ദിവസം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമായി തീരാവുന്ന സാഹചര്യമാണ് ഉള്ളത്. മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങൾ അഥവാ സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യമാണ് ഉള്ളത്. ആരോഗ്യപരമായ കാര്യങ്ങളും അല്പം അനുകൂലമായി തീരാം. ആരോഗ്യപരമായ പ്രശ്നങ്ങളെ ഒരു പരിധിവരെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല വിധത്തിലും നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. സാമ്പത്തികപരമായ കാര്യങ്ങൾ, സാമ്പത്തിക സ്ഥിതിയിൽ അനുകൂലമായ മാറ്റങ്ങളും കടന്ന് വരാവുന്നതായ സാഹചര്യമുണ്ട്. പല കോണിൽ നിന്നും ധനപരമായ നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്ന് ചേരുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. ധനമാർഗങ്ങൾ, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനമാർഗങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ലോട്ടറിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ലോട്ടറിയുമായി ബന്ധപ്പെട്ട് ഭാഗ്യം തുണയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ ഇന്നേ ദിവസം ധനപരമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് സഹായകരമായ ചില സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഇന്നേ ദിവസം ലാഭം, ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയും കൂടുതലാകുന്നു. അത്തരത്തിൽ കാര്യങ്ങൾ അനുകൂലമായി തീരാം. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ സാധിച്ചു എന്ന് വരാം. ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാം. ഇന്നേ ദിവസം ശുഭകരമായ ചില വാർത്തകൾ കേൾക്കുകയോ കാണുകയോ ചെയ്യാം. മനസ്സിന് സന്തോഷം പകരുന്നതായ ചില കാര്യങ്ങൾ സംഭവിക്കാം. ചില വ്യക്തികളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യം പോലും ഇന്നേ ദിവസം കടന്ന് വരാവുന്നതാണ്. പൊതുവിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ചിങ്ങം രാശി.
ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. അനുകൂലമായ സാഹചര്യങ്ങൾ കടന്നു വരാം. കൂടാതെ ഇന്നേ ദിവസം നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നതായ ചില കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. ദാമ്പത്യ ജീവിതത്തിലും അനുകൂലമായ സാഹചര്യങ്ങൾ കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത്തരം ചില കാര്യങ്ങളും സംഭവിക്കാം. സാമ്പത്തിക സ്ഥിതിയിൽ അനുകൂലമായ മാറ്റങ്ങൾ കടന്നു വരാം. അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. കടങ്ങൾ വീട്ടുന്നതിനുള്ള അവസരങ്ങൾ കടന്ന് വരാവുന്നതുമാണ്. സാമ്പത്തികപരമായി നിങ്ങളെ സഹായിക്കുന്നതായ പല കാര്യങ്ങളും അനുകൂലമായ സാഹചര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. ബിസിനസ് പരമായ നേട്ടങ്ങൾ ലാഭമായി ഇരട്ടിയായി തിരിച്ചു ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം. അത്തരം ചില കാര്യങ്ങളും ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്നതാണ്. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്ന് ചേരുന്നതായ സാഹചര്യമുണ്ട്. ചില വ്യക്തികൾ മൂലം സഹായങ്ങൾ ലഭിച്ചു എന്ന് വരാം. ചില വ്യക്തികളുടെ പിന്തുണ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ചു എന്ന് വരാം. തൊഴിൽപരമായോ ബിസിനസ് പരമായോ ചില കാര്യങ്ങൾ ലാഭത്തിലേക്ക് എത്തിച്ചേരാവുന്നതുമാണ്. കൂടാതെ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കുടുംബവുമായി ബന്ധപ്പെട്ട് ചില ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾ പരിഹരിക്കുവാനുള്ള സാധ്യത നിങ്ങളിലേക്ക് കടന്ന് വരാവുന്നതായ സാഹചര്യമുണ്ട്. കൂടാതെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും സന്തോഷകരമായ നിമിഷങ്ങൾ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും കടന്നു വരാം. സന്തോഷകരമായ ശുഭകരമായ ചില വാർത്തകൾ കേൾക്കുക, കാണുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. പൊതുവിൽ ഇന്നേ ദിവസം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പമൊന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. തുലാം രാശി. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം അവസാന മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അല്പം അനുകൂലമായി തീരാം. പ്രധാനമായും ചില നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് അനുകൂലമായി തീരാം. കാരണം പലവിധ സഹായങ്ങൾ ലഭിക്കുകയോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന ധനം ലഭിക്കുകയോ ലാഭം നേടിയെടുക്കുകയോ ചെയ്യാം. അത്തരത്തിൽ ധനം കൈകളിലേക്ക് വന്നു ചേരാം. ശ്രമിക്കുകയാണ് എങ്കിൽ ധനപരമായ കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് അല്പം സമയം നീട്ടിക്കിട്ടുക, പരിഹാരങ്ങൾ താൽക്കാലികമായ പരിഹാരമാണ് എങ്കിലും കാണുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഇന്നേ ദിവസം ചില കാര്യങ്ങൾ ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ അത് ചെറുതാണ് എങ്കിലും സ്വന്തമാക്കുവാൻ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. സാമ്പത്തികപരമായ കാര്യങ്ങൾ അനുകൂലമായി തീരാം. സാമ്പത്തിക സ്ഥിരത പുലർത്തുവാൻ സാധിക്കുന്ന ദിവസമായി തന്നെ മാറാം. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഇത്തരത്തിൽ കാര്യങ്ങളെ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്ന് പോലും ധനം കൈകളിലേക്ക് വന്നു ചേരാം. പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് ധനം ലഭിക്കാവുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ ഇന്നേ ദിവസം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അത് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പുലർത്തേണ്ടതായ കാര്യങ്ങൾ തന്നെയാണ്. ശ്രദ്ധ പുലർത്തി തന്നെ വാഹനങ്ങൾ കൈകാര്യം ചെയ്യണം. കൂടാതെ ഇന്നേ ദിവസം വാക്തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളും തീർച്ചയായും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും അല്ലാതെയും സന്തോഷകരമായ നിമിഷങ്ങളും ഇന്നേ ദിവസം ജീവിതത്തിലേക്ക് കടന്നു വരാം. ഇന്നേ ദിവസം ദേവിയെ ആരാധിക്കുന്നതും പ്രത്യേകിച്ചും ഭദ്രകാളി ദേവിയെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതും ഏറ്റവും വിശേഷമാണ്. കാരണം വന്നു ചേരുന്നതായ ചില ദുരിതപൂർണമായ അവസ്ഥകൾ പോലും തരണം ചെയ്യുവാൻ ദേവിയുടെ അനുഗ്രഹത്താൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് കൂടുതലായും സാധിക്കും. ഇന്നേ ദിവസം സാധിക്കുമെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി നിങ്ങൾ മുന്നോട്ട് പോവുക.